ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ചിറയൻകീഴ് പെരുങ്കുഴിയിലുള്ള ഒരു കയർ നിർമ്മാണ ഫാക്ടറിയിലാണ് അല്ലേ? കയർ നിർമ്മാണത്തിന്റെ ഓരോ ഘട്ടങ്ങൾ ഇങ്ങനെ അതെ അതെ, ഇത് ഏറ്റവും ആധുനികമായ രീതിയിൽ കയർ നിർമ്മിക്കുന്ന സംവിധാനമാണ്. ഇത് മാത്രമല്ല, പരമ്പരാഗതമായ രീതിയിൽ കയർ നിർമ്മിക്കുന്ന തൊഴിലാളികളും ഇവിടെയുണ്ട്. അപ്പോൾ അവരെ കണ്ട് അവരുടെ വോട്ടുവിശേഷങ്ങളൊക്കെ ചോദിക്കാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ തുടങ്ങിയാലോ? തുടങ്ങാം. ചേച്ചി, ഇതിപ്പോ ഇതിന്റെ ഫൈനൽ സ്റ്റേജ് ആണോ? അതെ, ഇതില് ബോബനിലിട്ടിട്ട് ഇതിൽ ചിറ്റി എടുക്കും. ഇതിപ്പോൾ ചെറിയ കയർ ഏകദേശം റെഡി ആയി കഴിഞ്ഞല്ലേ? ഇനി ഇത് ഉണക്കിയെടുക്കണം. എന്താ ചെയ്യുന്നത്? ഇത് ഉണക്കും. ഉണക്കും. അപ്പോൾ ജോലിയൊക്കെ കുഴപ്പമില്ല, നല്ല ജോലിയാണ്. സന്തോഷമാണോ? സന്തോഷം. അത്യാവശ്യം ജോലികളൊക്കെ ഉണ്ടോ? ഉണ്ട്. ജോലി കിട്ടുന്നുണ്ടല്ലേ? ഇത് എവിടുന്നാ ഈ ചകിരിയും കാര്യങ്ങളൊക്കെ നമുക്ക് പ്രധാനമായും? ആലപ്പുഴ കയർ ഫെഡിൽ നിന്ന് ചകിരി കൊണ്ടുവരും. ഇത് ഈ കയറ് കൊണ്ടുപോകുന്നതും കയർ ഫെഡുകാർ തന്നെയാണോ? അല്ലാതെ പുറത്തും കൊടുക്കാറുണ്ട്. ഉണ്ടല്ലേ? ഇവിടെ ആളുകൾ വന്ന് ഹോൾസെയിലായിട്ട് എടുത്തിട്ട് പോകും. സ്ഥിരം കൊടുക്കുന്ന ആൾക്കാർ ഉണ്ടല്ലേ? അപ്പൊ ചേച്ചി, ഇതിനിടയിൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എങ്ങനെയാ ഇവിടെ തെരഞ്ഞെടുപ്പൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനൊക്കെ പോണ ആളാണ് ഞാൻ. നിങ്ങൾ ഇലക്ഷൻ വർക്കിനൊക്കെ പോവും. നമ്മളെ നാട്ടുകാരനാണ് ജോയിണ്ണ ജയിക്കാൻ വേണ്ടി ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കും. ജോയിൻ അടിപൊളിയാണോ? പിന്നെ നമ്മളെ നാട്ടുകാരനല്ലേ. നാട്ടുകാരൻ എന്നതിനപ്പുറത്തേക്ക് ജോയിണ്ണം ജയിക്കണം എന്ന് പറയുന്നതിന്റെ ഒരു കാരണം എന്താ? നമ്മളെ നാട്ടിലുള്ള ആളാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ പറയാമല്ലോ. ദൂരെയുള്ള ഒരാളാകുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെന്ന് എന്നും പറയാൻ പറ്റത്തില്ലല്ലോ. ഇതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഓടിച്ചെന്ന് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഓടി അവരെ വീട്ടുമുറ്റത്ത് ചെല്ലാം. എപ്പോൾ വിളിച്ചാൽ ആൾ റെഡിയാ? നമ്മുടെ വർക്കല MLA കൂടിയാണല്ലോ. വർക്കല MLA ആണ്. ആ രീതിയിൽ എങ്ങനെയാണ്? നാട്ടുകാരനാണ്. ഞങ്ങളെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു, ഞങ്ങളെ വാർഡ് മെമ്പർ ആയിരുന്നു. അങ്ങനെ ഒത്തിരി മേഖലകളിൽ ഞങ്ങളോടൊപ്പം നിന്ന ഒരാളാണ്. അല്ല, അപ്പോൾ അടൂർ പ്രകാശ് MP എങ്ങനെയുണ്ട്? അടൂർ പ്രകാശ് MPയെ മോശം പറയണല്ല, നമ്മൾ ആ വ്യക്തിയെ നമ്മൾ കാണുന്നില്ലല്ലോ. ഈ ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തിയെ കാണണമെങ്കിൽ പിന്നെ നമ്മളെവിടെ പോകും? ഇന്ന് വരെ ഞാൻ ആ വ്യക്തിയെ കണ്ടിട്ടില്ല. ഈ പോസ്റ്ററുകളിൽ ഇരിക്കണതല്ലാതെ ഈ അടൂർ പ്രകാശ് എന്നുള്ള ആളിനെ എനിക്ക് നേരിട്ട് അറിഞ്ഞുകൂടാ, ഞാൻ കണ്ടിട്ടുമില്ല. ഇവിടെ BJPയുടെ കേന്ദ്രമന്ത്രി മത്സരിക്കുന്നുണ്ടല്ലോ, വി മുരളീധരൻ. ഞാൻ കണ്ടിട്ടില്ല, ഈ പോസ്റ്ററുകളിൽ കണ്ടിട്ടേ ഉള്ളൂ. ആണോ?